ജന്തർ മന്ദിറിൽ CJP നടത്തിയ സമരം ജനശ്രദ്ധ പിടിച്ചുപറ്റി. പ്രതിഷേധിക്കാൻ യുവാക്കളുണ്ട് എന്ന കാര്യം ഭരണപക്ഷവും മനസ്സിലാക്കി. ഇപ്പോൾ ആ യുവാക്കളെ വളരെയധികം അടുത്തു നിർത്താനും സ്നേഹിക്കാനും തയ്യാറെടുക്കുകയാണ് RSSന്റെ മേധാവിയായ മോഹൻ ഭാഗവത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് യുവാക്കളുടെ സമരത്തെ ഒരിക്കലും എതിർക്കാൻ പാടില്ല, ആ സമരത്തെ അടിച്ചമർത്താൻ പാടില്ല, അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കാണാതിരിക്കാൻ പാടില്ല, അതൊക്കെ അവർക്ക് നൽകുക തന്നെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. കൃത്യമായി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭരണപക്ഷത്തുള്ളവർക്കാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചുമൊക്കെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വലിയ ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട സിലബസുകളുടെ കാര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തു സിലബസാണ് എന്നുള്ളതല്ല, നേരായ വിദ്യാഭ്യാസമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലത് തന്നെയാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കിട്ടണം, എല്ലാവർക്കും തൊഴിൽ കിട്ടുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം. അതൊക്കെയാണ് ഭരണപക്ഷത്തിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തായാലും യുവാക്കൾക്ക് നൽകിയ പിന്തുണ ഈ CJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ല എങ്കിൽ പോലും, CJP പോലുള്ള സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ല എങ്കിൽ പോലും അവർ എത്ര കണ്ട് വിശ്വസിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംസാര വിഷയമായി മാറിയിരിക്കുന്നത്. സ്നേഹത്തോടെയുള്ള ആലിംഗനമാണോ RSS മേധാവിയുടേത് എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമരം തുടങ്ങിയ നാൾ മുതൽ തന്നെ പലതരത്തിൽ RSS മേധാവിയും ഒപ്പം RSSന്റെ പ്രമുഖരായ ആളുകളുമൊക്കെ സമരത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. എന്ന് പറയുമ്പോൾ സമരം നടത്തണമെന്നല്ല, അവരുടെ ആവശ്യങ്ങളോട് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ വിലക്കേണ്ടവരെ വിലക്കുവാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഈ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടവരെ കൃത്യമായ വഴിയിലൂടെ നടക്കാൻ ഇവർ പ്രേരിപ്പിക്കണമായിരുന്നു, എങ്കിൽ പ്രശ്നങ്ങൾ അന്നേ അവസാനിക്കുമായിരുന്നു. ഇവിടെ സിലബസിൻ്റെ കാര്യമോ ഒന്നുമല്ല, കുറേ അധികം വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞുപോയ ഒരു സംഭവമാണ്. അതും നീറ്റ് പരീക്ഷയുടെ പേരിൽ. എത്രയോ വർഷങ്ങൾ കഠിനമായി അധ്വാനിച്ചാണ് അവർ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. തൊട്ടു പിന്നാലെ ആ പരീക്ഷയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കടന്നുകൂടി കഴിഞ്ഞാൽ അവർക്ക് അതൊരിക്കൽ പോലും സഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾ അതിൽ ചെറിയൊരു ശതമാനമെങ്കിലും ജീവൻ ഒടുക്കിയത്. 20ഓളം ജീവനുകളാണ് പൊലിഞ്ഞത്. ആ ജീവനുകളുടെ വില ചെറുതല്ല. അതെന്തായാലും RSS മേധാവിയും RSSന്റെ ആളുകളും മനസ്സിലാക്കി കാണും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ CJPയുടെ സമരം ഇനിയും ശക്തമാകും. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും CJP ഇടപെടാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. താമസിയാതെ ജാർഖണ്ഡിലും CJP പങ്കെടുക്കും. ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അനീതിക്കെതിരെ നടത്തുന്ന സമരങ്ങൾക്ക് വലിയ പിന്തുണ ഇവർക്ക് കിട്ടും, അതുറപ്പാണ്. കാരണം കൊടിയില്ല, കൊടിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളില്ല. അവർ ഒരുമിക്കുന്നു, ആ കൂട്ടായ്മ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നു. അത് നല്ലൊരു കാര്യത്തിനു വേണ്ടിയാണ്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടിയാണ്. ഇവിടെ CJP പോലുള്ള സംഘടനകൾ, പ്രത്യേകിച്ചും ജെൻസികൾ എന്നാണ് അവരെ വിളിക്കുന്നതെങ്കിൽ പോലും ആ ജെൻസികൾ എന്നുള്ള പേര് തന്നെ ശ്രദ്ധേയമാണ്. സാധാരണ യുവാക്കളിൽ നിന്നും വ്യത്യസ്തരായി സമൂഹത്തിലെ അഴിമതിക്കും അനീതിക്കുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു വിഭാഗം ആളുകൾ. അവർ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടിയാണ് അവരുടെ പ്രതികരണം. ആ പ്രതികരണം എന്തായാലും RSSന്റെ തലപ്പത്തുള്ളവർ കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു. നല്ല കാര്യം. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ വളരെ കൃത്യമായി ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ചും അതിലെ യുവാക്കളെക്കുറിച്ചും ജെൻസികളെക്കുറിച്ചും യുവാക്കളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ നന്നായി പരാമർശിച്ചു പോയി. നല്ലത് തന്നെയാണ്. വളരണം, യുവാക്കൾ വളരണം. അവർ ഇന്ത്യക്ക് ആവശ്യമാണ്, ഇന്ത്യയുടെ പുതിയ സംവിധാനങ്ങൾക്ക് ആവശ്യമാണ്. കാരണം യുവതലമുറയ്ക്ക് കാര്യമായ പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിൽ പ്രശ്നത്തിൻ്റെ കാര്യത്തിലായാലും. തൊഴിലില്ലായ്മ രൂക്ഷമാണ്, അത് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു.
കൃത്യമായി പറഞ്ഞാൽ സ്വകാര്യ സംരംഭകരുടെ വളർച്ചയ്ക്കൊപ്പം തൊഴിൽ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നായിരുന്നു പല മന്ത്രിമാരും പറഞ്ഞിരുന്നത്, പല ഭരണകൂടങ്ങളും പറഞ്ഞിരുന്നത്. പക്ഷേ അത്ര കാര്യമായ പരിഗണനയൊന്നും ഈ തൊഴിൽ മേഖലയിൽ ഇപ്പോഴത്തെ യുവാക്കൾക്ക് ലഭിക്കുന്നില്ല. അതിൽ അസ്വസ്ഥരാണ്. അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണോ ഈ RSS മേധാവി ഇങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കിയാൽ കൊള്ളാം. കാരണം അഗ്നിവീർ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ കൃത്യമായി അഗ്നിവീറുമായി ബന്ധപ്പെട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. അതുപോലുള്ള സംവിധാനങ്ങൾ എത്ര കണ്ട് മെച്ചപ്പെടും അല്ലെങ്കിൽ എത്ര കണ്ട് ഉപകാരപ്രദമാകും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു കണക്കെടുപ്പ് നടത്താൻ RSS തയ്യാറാകുമോ? എന്തായാലും അല്പം വൈകിയെങ്കിലും സ്നേഹത്തോടു കൂടി യുവാക്കൾക്കൊപ്പം നിന്ന് സംസാരിക്കാൻ കാണിച്ച മനസ്സിന് ഒരുപക്ഷെ യുവാക്കൾ നന്ദി പറയുമായിരിക്കാം. എങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ ഒരു സ്ഥലത്തു മാത്രമല്ല, പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും നീറ്റ് പരീക്ഷ പോലുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ പ്രവേശന പരീക്ഷകൾ സംബന്ധിച്ചുമൊക്കെ ഒരുപാട് പരാതികളുണ്ട്. ഇങ്ങ് കേരളത്തിൽ PSCയുടെ കാര്യത്തിൽ പോലും പരാതികളുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ യുവാക്കൾ സംഘടിതമായി ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവർക്കിനി വേണ്ടത് പിന്തുണയായിരുന്നു. ആ പിന്തുണയുമായി പലരും എത്തിയെങ്കിൽ തന്നെയും വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി മാറുന്നതിന് പ്രാപ്തമായ തരത്തിലുള്ള പിന്തുണ അവർക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും നാൾക്കുനാൾ ഓരോ ദിവസവും അവർക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം ചേരുന്ന യുവാക്കളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് ഭരണത്തിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും യുവാക്കൾ അവരുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരും എന്നുള്ള സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം CJPയുടെ യോഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. CJP വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമായിരിക്കില്ല, ഒരു പക്ഷേ തൊഴിൽ മേഖലയിലുമൊക്കെ അവർ ഇടപെടും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം ആ ഭാഗത്തുണ്ടാകും എന്ന് നന്നായി RSS മേധാവി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ സംഘടന തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അവർ സ്വീകരിച്ചിരിക്കുന്ന നയം കൃത്യമാണ്. എല്ലാവരെയും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകുക നയം അത് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ അത് എത്ര കണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം.